Good morning everyone, welcome back to MTM Campus Educational Channel. Today we discuss the topic of listing procedure. ഒരു കമ്പനി അതിൻ്റെ പേര് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ലിസ്റ്റിൽ എൻറോൾ ചെയ്യുന്നതിനുള്ള പ്രൊസീജിയറാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് ലിസ്റ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിൽ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഒബ്ലിഗേഷൻസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് ലിസ്റ്റിംഗ് പ്രൊസീജിയർ നടത്തുന്നത് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് 1956, സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റൂൾസ് 1957, കമ്പനീസ് ആക്ട് 1956, ഗൈഡ്ലൈൻസ് ഇഷ്യൂഡ് ബൈ സെബി ആൻഡ് റൂൾസ് ബൈലോസ് റെഗുലേഷൻസ് ഓഫ് ദി എക്സ്ചേഞ്ച്. അതായത് ഒരു കമ്പനീനെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റീസിനെ ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് 1956, സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ റൂൾസ് 1957, കമ്പനീസ് ആക്ട് 1956, ഗൈഡ്ലൈൻസ് ഇഷ്യൂഡ് ബൈ സെബി റൂൾസ് ആൻഡ് ബൈലോസ് റെഗുലേഷൻസ് ഓഫ് ദി എക്സ്ചേഞ്ച്. ഇത്രയും പ്രൊവിഷൻസ്, ഇത്രയും ആക്ടിൻ്റെയും റൂളിൻ്റെയും പ്രൊവിഷൻസ് പ്രകാരമാണ് ഒരു കമ്പനീൻ്റെ സെക്യൂരിറ്റീസിനെ അവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. അതിന് സെപ്പറേറ്റ് ലിസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് എക്സ്ചേഞ്ചിലുണ്ട്. പിന്നെ പറയാനുള്ളത്, ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ കമ്പനിയുടെ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നത് ത്രൂ പ്രോസ്പെക്ടസിലായിരിക്കണം. അപ്പോൾ പ്രോസ്പെക്ടസിലൂടെ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണെങ്കിൽ മാത്രമേ ലിസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, 5 crore കൂടുതലായിട്ട് അവർ ഇഷ്യൂ എമൗണ്ട് ഉണ്ട് എങ്കിൽ അത്തരം കമ്പനീസിനെ അവരുടെ റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മാത്രമല്ല 2 അതിലധികമോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും കൂടി അവർ എൻലിസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇതിൽ പറയുന്നത്. ലിസ്റ്റിംഗ് പ്രൊസീജിയറിൽ 3 കാര്യങ്ങളാണ്. 1 പ്രൊവിഷൻസ് പറയുന്നുണ്ട്, 2 പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ത്രൂ പ്രോസ്പെക്ടസിലൂടെയാണെങ്കിൽ അതിന് മുന്നേ ആയിട്ട്, ഇത് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അത്തരം സെക്യൂരിറ്റീസിനെ ലിസ്റ്റ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഇഷ്യൂ എമൗണ്ട് 5 crore കൂടുതലാണെങ്കിൽ അവരുടെ റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രമല്ല മറ്റുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും കൂടി, അതായത് ഒന്നിലധികം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും കൂടി അതിനെ എൻലിസ്റ്റ് ചെയ്യേണ്ടതാണ്. അത്തരം സെക്യൂരിറ്റീസിനെ എൻലിസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇതാണ് നമ്മൾ ഒരു കമ്പനി, ആ കമ്പനിയുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യാൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനുള്ള ആവശ്യകത എപ്പോഴാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ അത് ചെയ്യണ പ്രൊവിഷൻസ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ക്രൈറ്റീരിയ ഫോർ ലിസ്റ്റിംഗ് ആണ്. ക്രൈറ്റീരിയ ഫോർ ലിസ്റ്റിംഗ് എന്താന്ന് പറഞ്ഞാൽ, ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിനുണ്ടായിരിക്കേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ്. ആ കമ്പനിക്ക് ഉണ്ടായിരിക്കേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടാവണമെന്ന്. ഒന്നാമത്തത്, അറ്റ്ലീസ്റ്റ് 60% ഓഫ് ഈച്ച് ക്ലാസ് ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് മസ്റ്റ് ബി ഓഫേർഡ് ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. പബ്ലിക്കിന് അവരുടെ കമ്പനിയുടെ 60% ഓഫ് ദ ക്ലാസ് ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ ഓഫർ ചെയ്തിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ മിനിമം ക്യാപിറ്റൽ ഇഷ്യൂഡ് 3 crore ഉണ്ടായിരിക്കണം. അപ്പോൾ മിനിമം ക്യാപിറ്റൽ ഇഷ്യൂഡ് എത്രയായിരിക്കണം? 3 crore ആയിരിക്കണം. അതേപോലെ തന്നെ ആ കമ്പനിയുടെ 60% എന്തായിരിക്കണം? പബ്ലിക്കിന് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഓഫർ ചെയ്തിരിക്കണം. രണ്ടാമത്തത്, മിനിമം പബ്ലിക് ഓഫർ ഫോർ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 25% of its issued capital. It must be offered through advertisement in newspapers at least for a period of 2 days. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മിനിമം പബ്ലിക് ഓഫർ, മിനിമം സബ്സ്ക്രിപ്ഷൻ, മിനിമം പബ്ലിക് ഓഫർ, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 25% ഓഫ് ദി ഇഷ്യൂഡ് ക്യാപിറ്റൽ. അവരുടെ ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ 25% എങ്കിലും മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്.
അതെന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഓഫേർഡ് ത്രൂ അഡ്വർടൈസ്മെൻറ്റ് മുഖേന. എന്തിലൂടെയുള്ള അഡ്വർടൈസ്മെൻറ്റ് മുഖേന? ന്യൂസ് പേപ്പറിലൂടെയുള്ള അഡ്വർടൈസ്മെൻറ്റ് മുഖേനയാണ് ഇത് ഇഷ്യൂ ചെയ്യേണ്ടത്. അതും ഈ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ട എത്ര ദിവസമാണ്? അറ്റ്ലീസ്റ്റ് ഫോർ എ പീരിയഡ് 2 days എങ്കിലും ന്യൂസ് പേപ്പറിൽ ഉണ്ടാവണം. എന്ത് പറഞ്ഞിട്ട്? ഇവരുടെ ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ 25% എങ്കിലും മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവണം. അത് എന്തിൽ കാണും? ന്യൂസ് പേപ്പറിൽ ഉണ്ടാവണം. അത് 2 days എങ്കിലും കാണിക്കണം. മൂന്നാമത്തത്, കമ്പനി ഷുഡ് ബി ഫെയർ സൈസ്, ഹാവിങ് ബ്രോഡ് ബേസ്ഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്സ് സെക്യൂരിറ്റീസ്. ഇതിൻ്റെ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബ്രോഡായിരിക്കണം. ഈ സെക്യൂരിറ്റീസിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും വേണം. നാലാമത്തത്, ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 10 പബ്ലിക് ഷെയർ ഹോൾഡേഴ്സ് ഫോർ എവരി ₹1 lakh ഷെയർ ഓഫ് ഫ്രഷ് ഇഷ്യൂ ക്യാപിറ്റൽ. അതായത് 1 ലക്ഷം ഫ്രഷ് ഇഷ്യൂ ക്യാപിറ്റലിന്, ഓരോ 1 ലക്ഷം ഷെയർ ക്യാപിറ്റലിനും 10 പബ്ലിക് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവണം. അതായത് 10,000 ഷെയർസ് ഒരാൾക്ക് എന്നുള്ള വീതം ആണ് അവിടെ പറയുന്നത്. അറ്റ്ലീസ്റ്റ് 10 പബ്ലിക് ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് 1 lakh ഷെയർ ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ക്യാപിറ്റലാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 1 ലക്ഷം ഉണ്ടെങ്കിൽ 1 ലക്ഷം ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 10 ആളുണ്ടാവണം. ആൻഡ് 20 ഇൻ ദ കേസ് ഓഫ് സബ്സീക്വൻറ്റ് ഇഷ്യൂ ഓഫ് ഷെയർസ്. അതായത് 20 ആൾക്കാരുണ്ടാവണത് 1 lakhനും കൂടുതലാണെങ്കിൽ 20 പേഴ്സൺസ് ആണ് ഉണ്ടാവുക. ദിസ് ക്രൈറ്റീരിയൻ ഈസ് ഡിഫറെൻറ്റ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ്. ഇത്തരം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസിന് വ്യത്യസ്തമാണ്. ഇഫ് ദ ഇഷ്യൂഡ് ക്യാപിറ്റൽ എക്സീഡ് 5 crore, the company has make an arrangement to the enlist the securities in one or more stock exchange apart from regional stock exchange. അത് നമ്മൾ കുറച്ച് മുന്നേ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താണ്? 5 കോടിയിലധികമാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവരുടെ റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രമല്ല ലിസ്റ്റ് ചെയ്യേണ്ടത്, അതുകൂടാതെ 1 or more സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും കൂടിയിട്ട് ലിസ്റ്റ് ചെയ്യാൻ അവർ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ പിന്നെ പറയാനുള്ളത്. ഇഫ് ദ എക്സസ് ഷെയർ അപ്ലിക്കേഷൻ മണി ഈസ് നോട്ട് റിട്ടേൺ വിത്തിൻ 10 weeks ഫ്രം ദ ക്ലോഷർ ഓഫ് സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ്, ദ കമ്പനി മസ്റ്റ് പേ ഇൻട്രസ്റ്റ് ഓൺ ദി എക്സസ് ആപ്ലിക്കേഷൻ റിസീവ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് റേഞ്ചിങ് ബിറ്റ്വീൻ 4% and 15%. അതായത് എക്സസ് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ അവർ ഷെയർ ഇഷ്യൂ ചെയ്തതിനേക്കാളും കൂടുതൽ മണി അവർക്ക് റിസീവ് ചെയ്യണം, അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുകയാണെങ്കിൽ അത്തരം റിസീവ് ചെയ്ത മണി 10 ആഴ്ചക്കുള്ളിൽ അവർ തിരിച്ചു കൊടുത്തിട്ട് റിട്ടേൺ ചെയ്തിട്ടില്ല എങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അത് തിരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അത്തരം എമൗണ്ടിൻ്റെ മുകളിൽ, ആ എക്സസ് എമൗണ്ടിൻ്റെ മുകളിൽ അവർ ഇൻട്രസ്റ്റ് നൽകേണ്ടതാണ്. എത്ര പെർസെൻറ്റേജാണ് ഇൻട്രസ്റ്റ് നൽകേണ്ടത്? 4% ആൻഡ് 15%. ഇതൊക്കെ ക്രൈറ്റീരിയയിൽ പെടും കേട്ടോ. നിങ്ങളൊക്കെ ഇനി ഷെയർ ഹോൾഡേഴ്സ് ആവാനൊക്കെ പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കമ്പനിയുടെ ഉടമസ്ഥരായിരിക്കാം, പോണവരായിരിക്കാം. നിങ്ങളുടെ കമ്പനി ലിസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നിങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതിലൊക്കെ ചേഞ്ചസ് വരും, അപ്പോൾ നോക്കാം. പിന്നെ 7ാമത്തെ പോയിന്റ്, ദ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി മസ്റ്റ് കണ്ടെയ്ൻ പ്രിസ്ക്രൈബ്ഡ് പ്രൊവിഷൻസ്. അതേപോലെ അവരുടെ MOAയിലും AAAയിലും, അതായത് ആർട്ടിക്കിൾസ് ഓഫ് AOAയിലും MOA ഉണ്ടാവും, AOA ഉണ്ടാവും. അതിലൊക്കെ പ്രിസ്ക്രൈബ്ഡ് പ്രൊവിഷൻസ് ഉണ്ടായിരിക്കണം. ആര് പറഞ്ഞ? കമ്പനീസ് ആക്റ്റിൽ പറഞ്ഞ പ്രിസ്ക്രൈബ്ഡ് പ്രൊവിഷൻസ് ഉണ്ടാവണം. ഇനി 8th പോയിന്റ്, ദ ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി മസ്റ്റ് പ്രൊവൈഡ് ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. ആർട്ടിക്കിൾസിൽ താഴെ പറയുന്ന ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കണം. ദാറ്റ് ദ കമ്പനി ഷാൾ യൂസ് കോമൺ ഫോം ഓഫ് ട്രാൻസ്ഫർ. അത് ഇത് കമ്പനി എപ്പോഴും യൂസ് ചെയ്യേണ്ടത് കോമൺ ഫോം ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആണ്. രണ്ടാമത്, ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് വിൽ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം ലീൻ. ലീനിൽ നിന്ന് ഈ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് എപ്പോഴും ഫ്രീ ആണെന്ന്, അതായത് പിടിച്ചു വെക്കുക. ലീൻ എന്ന് പറഞ്ഞാൽ അവർ പിടിച്ചു വെക്കുകയാണ്. ലീനിൽ നിന്ന് അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു.
പിന്നെ പറയുന്നത് ദ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഷുഡ് ബി സബ്ജക്ട് ടു ലീൻ ഓൺലി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് കോൾ മണി ഡ്യൂ ടു അ ഫിക്സ്ഡ് ടൈം. അതായത് പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെങ്കിൽ അവർക്ക് അത് പിടിച്ചു വെക്കാം. അത് എവിടം വരെ? ഓൺലി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് കോൾ മണി ഡ്യൂ ടു എ ഫിക്സഡ് ടൈം. കോൾ മണി വരെ, എക്സ്റ്റെൻറ്റ് ഓഫ് കോൾ മണി ഡ്യൂ ടു എ ഫിക്സഡ് ടൈം. അവർക്കൊരു ഫിക്സ് ചെയ്ത ടൈം വരെയാണ് പറ്റുള്ളൂ. പിന്നെ ഫോർത്ത് പോയിന്റ്, ദാറ്റ് ദ കോൾസ് ഇൻ അഡ്വാൻസ് ക്യാരി ഓൺലി ഇൻട്രസ്റ്റ് ആൻഡ് നോട്ട് ഡിവിഡൻഡ് റൈറ്റ്സ്. അതായത് ഇവർക്ക് കോൾ ഇൻ അഡ്വാൻസ് എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ മുകളിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ, നോട്ട് ഡിവിഡൻഡ് റൈറ്റ്സ്. ഡിവിഡൻഡ് റൈറ്റ്സിൻ്റെ മുകളിൽ അവർക്ക് എന്താ പറയുക, ഡിവിഡൻഡ് റൈറ്റ്സ് ഇല്ല. കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ, ഡിവിഡൻഡ് റൈറ്റ്സ് ഇല്ല. ശ്രദ്ധിക്കുക. എന്താ, കോൾസ് ഇൻ അഡ്വാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചോ, നമ്മൾ കോൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തി എന്ന് വിചാരിച്ചോ, അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടും, പക്ഷേ ഡിവിഡൻഡ് റൈറ്റ് കിട്ടില്ല. അഞ്ചാമത്തെ പോയിന്റ്, ദാറ്റ് ദ അൺക്ലൈംഡ് ഡിവിഡൻഡ് ഷാൽ നോട്ട് ബി ഫോർഫീറ്റഡ്. അൺക്ലൈം ചെയ്യാത്ത ഡിവിഡൻഡ് ഒരിക്കലും ഫോർഫീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സിക്സ്ത് പോയിന്റ് എന്താന്ന് വെച്ചാൽ, that the right to call of shares shall be given only after necessary sanction by the general body meeting. റൈറ്റ് ടു കോൾ ഓഫ് ഷെയർസ്, അതായത് റൈറ്റ് ടു കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കാനുള്ള അവകാശം, ഷാൾ ബി ഗിവൺ ഓൺലി ആഫ്റ്റർ നെസസറി സാങ്ഷൻ ബൈ ദ ജനറൽ ബോഡി മീറ്റിംഗ്. ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചതിന് ശേഷം അത് സാങ്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ റൈറ്റ് ടു കോൾ നടത്താൻ പറ്റുള്ളൂ. സെവൻത്ത് പോയിന്റ്, that the transfer of shares shall be registered within 30 days of deposit. Request and balance certificate shall be issued within the same period. അതായത് ഇപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഷാൽ ബി രജിസ്റ്റേർഡ് വിത്തിൻ 30 days ഓഫ് ഡെപ്പോസിറ്റ് റിക്വസ്റ്റ്. ഡെപ്പോസിറ്റ് റിക്വസ്റ്റ് കൊടുത്ത് 30 ദിവസത്തിനുള്ളിലാണ് അവർക്ക് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് രജിസ്റ്റർ ചെയ്യുള്ളൂ. അതായത് നമ്മളൊരു ഷെയർ വാങ്ങിച്ചിട്ട് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ മണി ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം 30 ദിവസത്തിനുള്ളിലാണ് നമ്മൾക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ള രജിസ്റ്റർ ചെയ്തിരിക്കുക. അതിൽ ബാലൻസ് സർട്ടിഫിക്കറ്റ് ഷാൾ ബി ഇഷ്യൂഡ് വിത്തിൻ ദി സെയിം പീരീഡ്. ആ പീരീഡിൽ തന്നെ ബാലൻസ് സർട്ടിഫിക്കറ്റുകളും എന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്തു കൊടുക്കണം. Then 8th point, existing companies must be adhered to the ceiling in expenditure of public issue. പബ്ലിക് ഇഷ്യൂവിൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ സീലിങ്ങിൽ അത് എക്സിസ്റ്റിംഗ് കമ്പനീസ് അതൊരു എത്രയാണോ ഒരു എക്സ്പെൻഡിച്ചർ ആവുന്നത് അത് തന്നെ പാലിച്ചു പോകണം എന്നുള്ളതാണ് 8ാമത്തെ പോയിന്റ്. പിന്നെ മെയിൻലി 9ാമത്തെ പോയിന്റ്, ദാറ്റ് ദി സർട്ടിഫിക്കറ്റ് ടു ദി effect that shares from promoters quota are not sold or transferred for a period of 3 years must be submitted. അതായത് പ്രൊമോട്ടേഴ്സിന് ഒരു ഷെയർ ഉണ്ടാവും. ആ പ്രൊമോട്ടേഴ്സിൻ്റെ ക്വാട്ട ഒരിക്കലും വിറ്റ് പോവരുത്. അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അത് അവരുടെ ഷെയർ ഒരിക്കലും വിൽക്കരുത്. അത് വിൽക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ഒരു ഫോർ എ പീരിയഡ് ട്രാൻസ്ഫർഡ് ഫോർ എ പീരിയഡ് 3 years മസ്റ്റ് ബി സബ്മിറ്റഡ്. അവർക്ക് കൊടുക്കുന്നത് ഫോർ എ പീരിയഡ് ഓഫ് 3 yearsന് വേണ്ടിയിട്ടാണ്. അവർ അതുവരെ വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? ക്രൈറ്റീരിയയിൽ പഠിക്കുന്നുണ്ടത്. അവർ ഇഷ്യൂ ചെയ്യുന്ന 60% അവരുടെ പബ്ലിക് ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മിനിമം ക്യാപിറ്റൽ 3 crore ആണ്. മിനിമം 3 crore എങ്കിൽ അവർ ഇഷ്യൂ ചെയ്യണം. അല്ലെങ്കിൽ അവർ മൊത്തം ഷെയറിൻ്റെ 60%. മിനിമം പബ്ലിക് ഓഫർ 25% ഓഫ് ദി ഇഷ്യൂഡ് ക്യാപിറ്റലാണ്. ന്യൂസ് പേപ്പറിൽ വരണം. 2 days എങ്കിലും അത് കാണിക്കണം ന്യൂസ് പേപ്പറിൽ. പിന്നെ അവരുടെ ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ 25% ആണ് അതിൽ മിനിമം പബ്ലിക് ഓഫർ ഉണ്ടാവേണ്ടത്. പിന്നെ അവരുടെ ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാവണം. പബ്ലിക്കിന് ഇൻട്രസ്റ്റ് ഉണ്ടാവണം. പിന്നെ അറ്റ്ലീസ്റ്റ് 10 പബ്ലിക് ഷെയർ ഹോൾഡേഴ്സ്
ഉണ്ടാവണം. ഫോർ ഒരു ലക്ഷത്തിന് 10 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവണം. അതിൽ കൂടുകയാണെങ്കിൽ 10 ലക്ഷത്തിന് കൂടുകയാണ് 1 ലാഖിന് 10 ആളെങ്കിലും വേണം. 1 ലാഖിന് കൂടുകയാണെങ്കിൽ 20, അതിനനുസരിച്ച് 20 കൂടിയാലും കുഴപ്പമില്ല. പിന്നെ 5 crore കൂടുതലായിട്ടുള്ള ഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അവരുടെ സെക്യൂരിറ്റീസ് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, അവരുടെ റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രമല്ല, അവർക്ക് ഒന്നിലധികം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യാം, അതിന് ലിസ്റ്റ് ചെയ്യാം. റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലൊക്കേഷനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേട്ടോ. പിന്നെ ഷെയർ ആപ്ലിക്കേഷൻ മണി എക്സസ് വന്നിട്ടുണ്ടെങ്കിൽ അത് 10 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യണം. അത് ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ മുകളിൽ 4 or 15% ഇൻട്രസ്റ്റ് കൊടുക്കണം. പിന്നെ MOAയും AOAയും താഴെ പറയുന്ന പ്രൊവിഷൻസ് ഉണ്ടാവണം. ആ പ്രൊവിഷൻസ് നിങ്ങൾ വായിച്ചു വെക്കുക. പിന്നെ 9th പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വായിച്ചു വെക്കാൻ പറഞ്ഞത്. 9th പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് കോട്ട വിൽക്കാൻ പാടില്ല. അത് മിനിമം 3 years എങ്കിലും അവരെ കയ്യിൽ സബ്മിറ്റ് ചെയ്തിട്ട് കാണിക്കണം. ഇത്രയും കാര്യങ്ങളാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത്. ഓക്കെ.